നേരം വെളുക്കാൻ കഴിയില്ല. അപ്പത്തിനാണ് ഇറങ്ങും. പർദ്ദയും തൂക്കി ബാഗ് ഇട്ട് കണ്ട് ഇറങ്ങന്നെ. ആരപ്പാ പോണത്? ആ റാബിയാണല്ലോ അത്. റാബിയ, റാബിയേ പെണ്ണെ, എവിടുക്കാമളെ പോണത്? നേരം വെളുത്തേക്ക് ഇറങ്ങിക്കണല്ലേ ചേച്ചി. ഈ അയലോക്കത്തേക്കൊന്ന് നോക്കി പോയിക്കൂടെ എനിക്ക്? നിങ്ങളവിടെ ഉണ്ടായിരുന്ന കുൽസുത, ഞാൻ നിങ്ങളൊന്നും നോക്കിയിട്ടില്ല. നേരം വിളിക്കുമ്പോ തന്നെ ഓരോ സ്വകലാണ് മനസ്സിലേ. അപ്പൊ അതിന്റെ ഒരു സ്വകലിലെ ഓടിപ്പാഞ്ഞാണ്. മോള് വിളിച്ചിരുന്നു, ഓളെ പൊരക്കുന്ന് കുറ്റിയെടുക്കലാന്ന് പറഞ്ഞിട്ട് അതിനും വേണ്ടിട്ട് പോവാണേ. അപ്പോ ഇവിടുന്ന് അവിടേക്ക് എത്തും വരെ ഓരോ മനസ്സിലോരോ സ്വകല. അവിടേക്ക് ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടോണ്ടേ. എങ്ങനെയാ ഇപ്പൊ ഞാൻ നേരം വിളിക്കുമ്പോ തന്നെ അങ്ങാടിക്ക് ഒന്ന് എത്തിക്കിട്ടുക എന്നൊക്കെ വിചാരിച്ച് ഓടിപ്പാടി പോവാണേ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങളോട് പറയണം. ആ സ്വകലൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. ആ ശരി, അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാ വേഗം ഒരു അലുവക്കട്ടും കൊണ്ട് പോയിക്ക മളെ. എൻ്റെ ഈ പോക്കൊന്നും നടക്കൂല. അത് ശരിയാണ്, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. അതൊക്കെ വിചാരിച്ചിങ്ങനെ പോവാണേ. അപ്പൊ നിങ്ങളെയൊക്കെ നോക്കാൻ മറന്നു പോവാണ്. ഏതായാലും ഞാൻ പോയോക്കട്ടെ, വലിയ വണ്ടിയും കിട്ടുമെന്ന്. എന്നാ ശരി കേട്ടോ, പിന്നെ കാണാം. ആ പോയിക്ക മളെ, പോയിക്കഞ്ഞി ഇവിടെ നിന്നിക്കാണ്ട് നേരം വെക്കണ്ട. വലിയ വണ്ടിയും കിട്ടിയിച്ചൊന്ന് പോയി റാത്ത എത്തി കിട്ടിയാൽ മതിനും ചൊഗിനും ജയിൽക്കൊക്കെ. എന്നെ പോലെ റാബിയാന്റെ മകളൊക്കെ കെട്ടിച്ചത് കൊല്ലം രണ്ടേക്കണാവോ. അപ്പത്തിന് പെരയും കൂടിയും കയറ്റലൊടുങ്ങി. നമ്മളീറ്റങ്ങളൊക്കെ കെട്ടിച്ച് പൊട്ടിട്ടപ്പോ കൊല്ലം 10-12 അയക്കും. ഇന്നാലും പോലീസ് എടുത്ത പേരൊന്നും മുഴുവനാക്കാൻ ഇന്നേ വരെ ഓലെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഓരോരോ കുട്ടികളെ ഭാഗ്യം, പെൺകുട്ടികളെ ഭാഗ്യം പെരുന്തജിലാണെന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല. ഇപ്പൊ പുറ്റ് പൊന്തുന്നവര് പൊന്തും ചോദിച്ചു. നേരം വെളുക്കുമ്പോഴേ ഓൾ അവിടെ നിൽക്കുകയാണ്. സെക്യൂരിറ്റി മാതിരിയാണ്. റോട്ടുമ്മ കൂടെ പോണ പോലെ നോക്കാനായിട്ട് ഓൾ അവിടെ ഉണ്ടാവും. എന്താ ഇപ്പം ചെയ്യണത്? ഇനിയിപ്പോൾ ഞാൻ ഇന്നത്തെ ഇനി കുറ്റിയടിച്ചൻ്റെ കഥ ഒന്നും പറയണ്ട. ഓളെ കണ്ടല്ലേ ഇറങ്ങിയിരിക്കണത്. എന്തൊക്കെയാ ഇപ്പം മനസ്സിൽ വിചാരിച്ചതാവോ? പഠിച്ചോൻ കാക്കട്ടെ റബ്ബേ, നല്ല ബുദ്ധി കൊടുക്കട്ടെ റബ്ബേ.